റോജായ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ CPM വിട്ട് CPM-ന്റെ വിമതരായി അല്ലെങ്കിൽ CPM-നോട് എതിർപ്പ് പ്രകടിപ്പിച്ച് പുറത്തു വന്നവരെല്ലാം വലിയ രീതിയിൽ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CPM-നുള്ള ജനത്തിന്റെ മറുപടിയാണോ? തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾ ബഹുജനങ്ങളോടോ പൊതുജനങ്ങളോടോ ഇത് ഒന്നും കണക്ക് ബോധിപ്പിക്കാനോ സത്യം പറയാനോ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക്, ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരും ആ പാർട്ടിയിലെ അംഗങ്ങളും ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ആ പാർട്ടിയുടെ സഹയാത്രികരുമായ ആൾക്കാർ കൊടുത്ത മറുപടിയാണ്. അപ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പറയുന്ന അഴിമതി കാണിച്ചാൽ, രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അതൊന്നും ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോണം എന്ന് അടിമകളോട് സംസാരിക്കുന്ന ഒരു സംസ്കാരം ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ പാർട്ടിക്കകത്ത് വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതാണ് ഓ തമ്പ്ര എന്ന് പറഞ്ഞ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ തന്നെ പാർട്ടിക്കാർ കൊടുത്ത കനത്ത അടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് പയ്യന്നൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു UDF സ്ഥാനാർത്ഥിയോ അവിടെ ജയിച്ചിട്ടില്ല. CPM മാത്രം. അതായത് അത് അങ്ങനെ ഒരു സംസ്കാരം. എതിരാളികൾ പോലും പലപ്പോഴും അവിടുത്തെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, ഒരു അവസ്ഥയുള്ളപ്പോഴാണ് ആ പാർട്ടിക്കകത്ത് നിന്നപോലെ ഈ കഴിഞ്ഞ ജനുവരി മാസം വരെ, ജനുവരി 22-ാം തീയതി വരെ ആ പാർട്ടിയുടെ ഭാഗമായി നിന്ന V. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ അഴിമതികളെ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു വരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നുള്ള വൈകാരികമായ കാരണമാണ് വൈകാരികമായ കാരണം അതിന്റെ തെളിവുകൾ സഹിതമാണ്. അതല്ലാതെ വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല പറഞ്ഞ് ഓഡിറ്റ് നടത്തുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജനങ്ങളോടാണ് ആ മനുഷ്യൻ ആദ്യം സംവേദിക്കുന്നത്. ഏഷ്യാനെറ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തു പറയുന്നത്. അപ്പൊ ആ സമയത്ത് പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇലക്ഷൻ വരുന്നു. സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. RSPക്ക് അനുവദിച്ച സീറ്റ് അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു, പിന്തുണ കൊടുക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ഒരു 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. 41,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ TI മസൂദൻ അവിടെ ജയിച്ചത്. ആ മണ്ഡലത്തിലാണ് 41,000 വോട്ടിനെ മറികടന്നുകൊണ്ട് 7487 വോട്ടിന് V. കുഞ്ഞികൃഷ്ണൻ ജയിച്ചു. ആ കുഞ്ഞികൃഷ്ണന്റെ വിജയം എന്ന് പറയുന്നത് പാർട്ടിയെ തിരുത്തണം എന്ന് അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെയുള്ള തിരുത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് CPM പാഠം പഠിക്കുമോ ഇല്ലോ എന്നുള്ള കണ്ടറിയാം. കാരണം വീണ്ടും കൊലയുമായിട്ട് നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അക്രമങ്ങൾ, ബോംബെറിയൽ, ഇതെല്ലാം പാർട്ടി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ അനിവാര്യമായ ഒരു ഘടകമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷത്തെ അംഗീകരിക്കാനോ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തനം നടത്താൻ അവകാശമുണ്ടെന്നോ പോലും അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകം മുഴുവൻ അങ്ങനെയാണ്. പ്രതിപക്ഷത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ ആ ഒരു ജനാധിപത്യ രാജ്യത്ത് പോലും അത്തരം ഒരു പ്രവർത്തനമാണ് കണ്ണൂരിൽ വർഷങ്ങളായി നടത്തി. ഇപ്പൊ തന്നെ പിണറായി വിജയൻ ഏതാണ്ട് തോറ്റതിന് സമാനമായ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 40,000-ത്തിലധികം 50,000-ത്തിലധികം വോട്ട് വാങ്ങി കഴിഞ്ഞ തവണ ധർമ്മടത്തുനിന്ന് ജയിച്ച മുഖ്യമന്ത്രി എഴഞ്ഞാണ് 8,000 വരെ എത്തിയിരിക്കുന്നത്. 8ാം റൗണ്ട് എത്തേണ്ടി വന്നു, ഒന്ന് ലീഡിലേക്ക് വരാം. അപ്പൊ അതായത് പാർട്ടിയെ ജനങ്ങൾ തിരുത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അവരാണ് ഇറങ്ങി കോൺഗ്രസിന് അവർ വോട്ട് ചെയ്തത്. കാരണം ഒരു കാരണവശാലും കോൺഗ്രസിനെ അംഗീകരിക്കാത്ത ഒരു ജനതയാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായി. അത് തന്നെയാണ് തളിപ്പറമ്പിലും കണ്ടത്. കാരണം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നു, അതിനെതിരെ ജനം പ്രതികരിക്കുന്നു. അവിടെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് ശ്യാമളയ്ക്ക് അവിടെ സീറ്റ് കൊടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ന്യായങ്ങളായിരുന്നു ഏറ്റവും വലിയ പാർട്ടിയിലെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാണ് അവരെ അവിടെ നിർത്തിയത്. അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് അവമതിപ്പുണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അതായത് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് വ്യവസായിയായ ആന്തൂർ സാജന്റെ മരണം ഉണ്ടാകുന്നത്. അയാളോട് പറഞ്ഞതാണ് ഈ അന്നത്തെ ചെയർപേഴ്സണായ ശ്യാമള പറഞ്ഞതാണ്, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഇതിന് കൺവെൻഷൻ സെന്ററിന് അനുമതി തരത്തില്ല. അങ്ങനെയൊക്കെ അഹങ്കാരം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് 19,000 20,000 വോട്ടിനാണ് ഇപ്പോൾ അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ കഴിഞ്ഞ മാസം വരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആള് തോൽപ്പിക്കാനായിട്ട് പോകുന്നത്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പോലും ഒരു പ്രതിപക്ഷത്തിന് എടുത്തു കാണിക്കാൻ പ്രതിപക്ഷം ഇല്ലാത്തൊരു ആ പ്രദേശത്ത് നിന്നാണ്. അവിടെയും ഏതാണ്ട് 40,000-50,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ 19,000 കടന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 20,000-ത്തോട് അടുത്താണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം പിന്നെ അതേപോലെ തന്നെ ആ അമ്പലപ്പുഴയില് ജി സുധാകരൻ ഏതാണ്ട് 19,000-20,000 വോട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPM
ജി സുധാകരൻ പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിലെ ക്രിമിനലിസത്തിനെതിരായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അങ്ങനെ അതായത് സുതാര്യതയില്ലായ്മയ്ക്കും പാർട്ടിക്കുള്ളിലെ ക്രിമിനലിസത്തിനും പാർട്ടിയുടെ സ്വജനപക്ഷപാതത്തിനും എതിരായിട്ട് മത്സരിച്ച CPM-കാരാണ് വലിയ ഭൂരിപക്ഷം നേടി അവർ MLA മാരായിക്കൊണ്ട്. അതുപോലെ തന്നെയാണ് സന്ദീപ് വാര്യരുടെ വിജയവും അതേപോലെ തന്നെയാണ്. അതായത് BJP-ക്കകത്ത് നടക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ പുറത്തു വന്നത്. അതിനൂടെ കിട്ടിയ ഒരു അംഗീകാരമാണ്. അപ്പം കേരളത്തിലെ ജനങ്ങൾ വർഗീയത, അതേപോലെ തന്നെ വിദ്വേഷ പ്രചരണം, അതേപോലെ തന്നെ സ്വജനപക്ഷപാതം, അഴിമതി, ഇതിനൊക്കെ എതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം കൂടെ കാണേണ്ടിയിരിക്കുന്നു. CPM പിന്നെ ഇപ്പൊ കേരളം കേവലം 20-ഓ 25-ഓ സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. ബാക്കി അതിനേക്കാട്ടിൽ കൂടുതലാണ് കേരളത്തിലെ UDF-ലെ രണ്ടാമത്തെ കക്ഷിയായ പിന്നെ ലീഗിനുള്ളത്. 23 സ്ഥലങ്ങളിൽ അവര് മുൻപിലാണ്. അപ്പോൾ ഇങ്ങനെ ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രചരണങ്ങൾക്കൊക്കെ കിട്ടിയ വലിയ കനത്ത തിരിച്ചടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വർഗീയ വിഷപ്പാമ്പിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പോലും ഈ ദേശീയ തലത്തിലൊക്കെ വലിയ വർഗീയ ചേരുതിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവരിപ്പോഴും മതേതര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ വലിയ സൂചനയും വലിയ ഉദാഹരണവുമാണ് ഈ നടന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയതയ്ക്ക് CPM പോലൊരു പാർട്ടി അതിനെ അംഗീകരിക്കുകയും ഏസുവെക്കുകയും അതാണ് വെള്ളാപ്പള്ളി നടേശനാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കാറൽ മാർക്സ് എന്നൊക്കെ പറഞ്ഞ് ആ മട്ടിലാണ് കേരളത്തിൽ CPM അവതരിപ്പിച്ചത്. CPM എല്ലായ്പ്പോഴും മതേതര നിലപാടുണ്ടെന്ന് അഭിമാനിക്കുകയും അതേപോലെ തന്നെ ഇതേപോലുള്ള വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനു മുമ്പ് കഴിഞ്ഞ 1.5-2 വർഷമായി വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു CPM. അതേസമയം തന്നെ ഈ വർഗീയത പറയുന്നവരെയാണ് CPM സർക്കാർ ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ ചെയർമാനുമാക്കി വെച്ചത്. ഒരേ സമയം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുകയും BJP-യെയും CPM-നെയും ഒരുപോലെ താലോലിക്കുകയും ചെയ്ത ഒരു ഓന്തിന്റെ സ്വഭാവം കാണിച്ച ഒരു സമുദായ നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ വെള്ളാപ്പള്ളി നടേശനൂടെ കിട്ടിയ കനത്ത തിരിച്ചടി, വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കിട്ടിയ അടിയാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നോ എന്നല്ല പ്രശ്നം. ഇത് കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ട് സ്വീകരിച്ച നിലപാടിനുള്ള അതിഗംഭീരമായ ഒരു പിന്നെ വിലയിരുത്തൽ കൂടിയാണ്, അതിനുള്ള അംഗീകാരമാണ്. ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനോ വർഗീയതയുടെ പേര് പറഞ്ഞ് ഒറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നത് അപകടമാണെന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒറ്റ ഉദാഹരണം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ മതേതര സ്വഭാവമുള്ളവരാണെന്ന് തെളിയിക്കുന്ന 1-2 വിജയങ്ങളാണ്. ഒന്ന് തവനൂരിലെ VS ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വിജയം. അതായത് ഒരു ക്രൈസ്തവ വിശ്വാസിയായ VS ജോയിയുടെ സമുദായത്തിൽപ്പെട്ട 1000 വോട്ട് പോലും തികച്ച മണ്ഡലത്തിൽ ഇല്ലാത്തടത്ത് നിന്നാണ് പിന്നെ മുസ്ലിം ജനതയ്ക്ക് വലിയ ഭൂരിപക്ഷമുള്ള അവിടെ നിന്ന് VS ജോയിയെ ഏതാണ്ട് 10-12,000 വോട്ടിന് വിജയിപ്പിച്ച്. അതേപോലെ തിരുവമ്പാടിയിൽ അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഏരിയയാണ് തിരുവമ്പാടി. അവിടെ തന്നെ കാസിം എന്ന് പറയുന്ന ലീഗിന്റെ MLA ആണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഈ വർഗീയമായി ചിന്തിക്കുന്നതിന് വലിയ തോതിൽ എതിരാണെന്നുള്ള മെസ്സേജാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിന് പകരം വർഗീയത പറഞ്ഞും ജാതി പറഞ്ഞും ലിംഗം പറഞ്ഞും ഒക്കെ തന്നെ വേർതിരിക്കാൻ നടത്തിയ ശ്രമങ്ങളോടുള്ള ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു റിയാക്ഷനാണ്, പ്രതികാരമാണ്. ഇതൊരു തരം പ്രതികാരമായിട്ടാണ് അവരിതിനെ കണ്ടത്. ഇനിയെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ പോലെ 90 വയസ്സായ ഒരാള് കേരളത്തിലെ ജനങ്ങളോട് വർഗീയത പറയാതിരിക്കുക. നിങ്ങളുടെ സമുദായത്തിനെ നിങ്ങൾ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വർഗീയത പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വർഗീയത പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഈ വർഗീയത പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതാണ് ജനങ്ങൾ തിരസ്കരിച്ചത്. വേറൊരു കാര്യം കൂടി, LDF മുന്നണിക്കകത്ത് ഏതാണ്ട് 7 ഘടകകക്ഷികളാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിച്ച് ഒലിച്ചു പോയിരിക്കുന്നത്. അതായത് ഒന്ന് ജനതാദൾ S, അതിനിപ്പോ പേര് മാറ്റി വേറെ എന്തോ പേരിലാണ്, NCP, INL, കോൺഗ്രസ് S, കേരള കോൺഗ്രസ് മാണി, RSP ബോൾഷെവി, ജനാധിപത്യ കേരള കോൺഗ്രസ്, ഇങ്ങനെ 7 കേരള കോൺഗ്രസ് ബിയും ഉണ്ട്. കേരള കോൺഗ്രസ് ബി, അങ്ങനെ 8 പാർട്ടികൾ, 8 ഘടകകക്ഷികളാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതായി പോയത്. അപ്പം ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്. ജനങ്ങളോടൊപ്പം നിൽക്കാത്ത പാർട്ടികളെ, ജനങ്ങളോടൊപ്പം നിൽക്കാത്ത രാഷ്ട്രീയ നേതാക്കളെ ജനങ്ങൾ ശിക്ഷിക്കും. ഇനിയെങ്കിലും അത് തിരിച്ചറിയാനുള്ള
ഒരു ബോധമാണ് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന കോൺഗ്രസിനും ഉള്ളൊരു പാഠമാണിത്. ഇത് ജനങ്ങൾ തന്നിരിക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത് അവരെ പുറംകാലിൽ മടക്കി അടിക്കാനല്ല, നിങ്ങൾ അവരുടെ മുമ്പിൽ അവരുടെ സേവകരായി മാറാത്ത കാലത്തോളം നിങ്ങളെയും ഇതേപോലെ ശിക്ഷിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പൊ ഈ വിജയത്തെ വിനയത്തോടു കൂടി സ്വീകരിക്കുകയും അത് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച്, ജനങ്ങളാണ് വലിയ അധികാരികളെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതേ തിരിച്ചടി വീണ്ടും പലർക്കും ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയാണ് ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ കരുതേണ്ടത്. ഈ പ്രതിപക്ഷത്തായി പോയി എന്നുകൊണ്ട് CPM-നെയോ CPI-യെയോ മറ്റു പാർട്ടികളോ എഴുതി തള്ളേണ്ട കാര്യമില്ല. അവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്, അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അവർക്കും 10-34% വോട്ട് കിട്ടുന്നുണ്ട്. അതൊരു അംഗീകാരമാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും എഴുതി തള്ളിയ ഒരു പാർട്ടിയാണ് BJP. അവർക്കും ഏതാണ്ട് 2 സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും ജനങ്ങളെ അംഗീകരിക്കുന്ന സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥലമുണ്ട്, അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടെന്നുള്ള ഒരു മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പ് തരുന്നത്.